ദില്ലി ജയ്പൂരിലെ ആശുപത്രിയിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. നീമ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജാവേദാണ് കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കെത്തിയ രണ്ടുപേർ ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടറെ വെടിവെക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദില്ലി പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത് ദില്ലിയിൽ? ഈ ഡോക്ടറുമായി മുൻവൈരാഗ്യമുള്ളവരാണോ പ്രതികൾ? എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? എന്താണ് പ്രകോപനം? അന്വേഷണം സംബന്ധിച്ച്, പ്രകോപനം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് ദില്ലിയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വളരെ പ്രധാനമാണ്. നമ്മൾ കേരളത്തിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായതാണ് വന്ദനദാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. അതിന് സമാനമായ ഒരു കൊലപാതകം, ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെച്ച് ചികിത്സയ്ക്കെത്തിയ രണ്ടുപേർ വെടിവെച്ച് കൊല്ലുന്ന സംഭവം ഇന്ന് രാവിലെ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ജയ്പൂരിലെ കാളിഞ്ചിക്കുഞ്ഞ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള നീമ ഹോസ്പിറ്റൽ, അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാവേദിനെ കാണണമെന്നാവശ്യപ്പെട്ട് രണ്ട് രോഗികൾ എത്തുന്നു. രോഗികൾ എന്ന് അവകാശപ്പെടുന്നതാണ്. പിന്നീട് സ്റ്റാഫ് പറയുന്നതനുസരിച്ചാണെങ്കിൽ പിന്നീട് ഈ ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നവർ വെടിവെച്ച കേൾക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ. ചെന്ന് നോക്കുമ്പോൾ ഈ ജാവേദ് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. രക്തം വാർന്നൊലിക്കുന്ന രൂപത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഈ രണ്ടുപേർ അപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CCTVകളുണ്ട്. CCTV ദൃശ്യങ്ങൾ പക്ഷേ ഇപ്പോൾ ലഭ്യമായിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. ദില്ലി പോലീസ്, കാളിഞ്ചിക്കുഞ്ഞ് പോലീസ് ഇത് ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ് എന്നാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത്. ആരോഗ്യ പ്രവർത്തകൻ, രോഗികൾ, ചികിത്സയ്ക്കെത്തിയവരുടെ വെടിയുണ്ടകളാൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. ജയ്പൂരിൽ ഇന്ന് രാവിലെയാണ് ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത്. അരുൺ, ഓക്കെ, എന്താണ് കൂടുതൽ വിശദാംശങ്ങളെന്ന് നമുക്കറിയണം. നമുക്ക് പ്രാഥമികമായ വിവരം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ രോഗികളായിരുന്നോ, ഇവർ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട് വന്നവരാണോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും പോലീസ് അല്പസമയത്തുള്ളിൽ നമ്മളെ അറിയിക്കും. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.